അങ്ങനെ അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ ആലപ്പുഴയുടെ വിപ്ലവമുറങ്ങുന്ന മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ എത്തിയിരിക്കുന്നു. സ്നേഹോഷ്മളമായ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്, സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. വലിയ വൈകാരിക നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ആ വാഹനത്തിന് ചുറ്റും ആളുകൾ നിലകൊണ്ടിരിക്കുന്നു. വാഹനത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ കൂടി പാടുപെടുന്ന കാഴ്ച. ഒപ്പം തന്നെ അവിടെ പുഷ്പങ്ങൾ വർഷിക്കുകയാണ് അദ്ദേഹത്തിന് മുകളിലേക്ക്. അവിടെ കാത്തിരുന്ന ആളുകളാണ്, ഇന്നലെയൊക്കെ ഒരു പിടി പുഷ്പവുമായി കാത്തിരുന്ന ആളുകളാണ്. എന്തായാലും അവരിൽ നിന്നൊക്കെ ഇപ്പോൾ അകന്നു മാറി അദ്ദേഹം ആലപ്പുഴയിലെ വേലിക്കകത്ത വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ സിജോ വർഗീസ് ആലപ്പുഴയുടെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ചേരുകയാണ്. സിജോ നേരത്തെ നടരാജുമായി അവിടേക്ക് പോയിരുന്ന സമയത്ത് കണ്ടിരുന്നു. നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ തുടങ്ങിയ, ഇന്നലെ രാത്രിയും വൈകുന്നേരവും ഒക്കെ ആയി തുടങ്ങിയ മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പാണ്. ഒരുപക്ഷെ വാഹനം ആലപ്പുഴയിലേക്ക് കടന്നു എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസവും ഒപ്പം തന്നെ അദ്ദേഹത്തെ കാണാനുള്ള അവരുടെ അവസരം കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി അവർക്ക് വലിയൊരു സമാധാനം നൽകുന്നുണ്ടാകും. എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള? ജെൽസി, VS രാഷ്ട്രീയ ജീവിതം, അതായത് വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആ ഇടവഴികളിലൂടെ VS അവസാനമായി വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. VS അച്യുതാനന്ദൻ വേലിക്കകത്ത് എന്ന ഈ ബോർഡിന് മുന്നിൽ ഇവിടെ എത്തുന്ന ഓരോ ആളുകളും ഇവിടെ വന്ന് ഒരു ഫോട്ടോയെങ്കിലും എടുത്ത് മടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വീടിനകത്തേക്ക് നിയന്ത്രണങ്ങളുണ്ട്. വീടിനകത്ത് ആളുകൾക്ക് കടന്നു പോകാൻ ഒരു വശത്ത് ആളുകൾക്ക് കടന്നു പോകാനുള്ള ഒരു ക്യൂ അതിപ്പോൾ തന്നെ ഇവിടെ നിയന്ത്രിച്ച് ആളുകൾ നിർത്തിയിട്ടുണ്ട്. ആളുകളുടെ ഒരു നീണ്ട നിര VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. മുമ്പ് ഇതിന് സമാനമായ രീതിയിൽ തന്നെ VS വേലിക്കകത്ത് വീട്ടിലെത്തുമ്പോൾ അവിടെ ആളുകൾ ഇതുപോലെ തന്നെ കാണാനായി ഓരോ കാര്യങ്ങൾ, തങ്ങളുടെ പരിഭവങ്ങൾ പറയാൻ, തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ അങ്ങനെയെല്ലാം വന്ന് നിന്നു എങ്കിൽ ഇന്ന് അവസാനമായി VSന്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നീണ്ട നിരയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഇവിടെ ഭൗതിക ശരീരം എത്തും എന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് കഴിയാത്ത സാഹചര്യത്തിൽ അപ്പോൾ മുതൽ പല സ്ഥലങ്ങളിൽ നിന്ന്, കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ഇവിടെ നീണ്ട നിരയായി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, അവർ കാത്തിരിക്കുകയാണ്. ഇന്നലെ മഴയായിരുന്നു, അല്പം ഒരു മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. ആ ശമനം ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോഴും ഇവിടെ VSനെ കാണാനായിരിക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? കോഴിക്കോട് നിന്നാണ് വരുന്നത്. എപ്പോഴാണ് വന്നത്? 10 മണിക്ക്. VSനെ കാണാനായിട്ട് നിങ്ങൾ എത്ര പേരൊക്കെ? എങ്ങനെയുണ്ട് VSനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കാത്തു നിൽപ്പാണ്? കാരണം ഇതുപോലെ മുമ്പും ആളുകൾ നിന്നിട്ടുണ്ട് VSനെ കാണാൻ, പരാതികൾ പറയാൻ, നമ്മുടെ പരിഭവങ്ങൾ പറയാനൊക്കെ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് VSന്റെ ഒരു ഭൗതിക ശരീരം വരുമ്പോൾ ആദരവ് നൽകാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? റാന്നി. എപ്പോഴാണ് വന്നത്? രാത്രി 1 മണിയായപ്പോ. VSനെ കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മ എങ്ങനെയൊക്കെയാണ്? പ്രായം തളർത്താത്ത വിപ്ലവ യൗവനമാണ് VS സഖാവ്. ഞങ്ങളുടെ ചങ്കിലെ കരളാണ്. ഒന്ന് കാണാതെ പോകാൻ കഴിയില്ല. അത് തന്നെയാണ് ഇവരെ ഓരോ ആളുകൾക്കും പറയാനുള്ളത് ജിൽസി. കാരണം പ്രായം തളർത്താത്ത വിപ്ലവ